എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് റേക്കിയെക്കുറിച്ചും ഊർജത്തെക്കുറിച്ചും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. എന്നിട്ടും ഇപ്പോഴും ഒരുപാട് പേർ സംശയങ്ങളുമായി എന്നെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു. ഈ പ്രപഞ്ചം എന്നത് മഹാരഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. ലോകത്തിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന 12 നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നിയമങ്ങൾ നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവ ഓരോന്നും നമ്മുടെ ആന്തരിക ഉണ്മയും ജീവിതവും എങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇവ പ്രകൃതിയുടെ നിയമങ്ങൾ പോലെ പ്രവർത്തിക്കുന്നു. ശ്രദ്ധയോടെ പിന്തുടർന്നാൽ ആത്മീയ വളർച്ചയ്ക്കും സമാധാനത്തിനും ഇത് വഴി തെളിയിക്കും. ഈ 12 നിയമങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് പരിചിതമായിരിക്കാം. ലോ ഓഫ് ഡിവൈൻ വൺനെസ്, ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് കറസ്പോണ്ടൻസ്, ലോ ഓഫ് അട്രാക്ഷൻ, law of inspired action, law of transmutation of energy, law of cause and effect, law of compensation, law of relativity, law of polarity, law of rhythm, law of gender. ഇതാണ് ഈ 12 നിയമങ്ങൾ. ഇതിൽ ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് കർമ്മയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി സംസാരിച്ചു. എൻ്റെ കർമ്മങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതത്തെ നിർവചിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എൻ്റെ ഭാവി എൻ്റെ കൈകളിലാണ് എന്ന തിരിച്ചറിവ് ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് അത് എനിക്ക് മുന്നറിയിപ്പ് തരുന്നു. ലോ ഓഫ് വൈബ്രേഷൻ എനർജി ഹീലിംഗിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. റേക്കി, മെഡിറ്റേഷൻ എന്നിവയിൽ ഇത് സഹായകമാകും. പ്രതിസന്ധികളെ മനസ്സിലാക്കാനും അതിനുള്ളിലുള്ള പാഠങ്ങൾ തിരിച്ചറിയാനും ലോ ഓഫ് പൊളാരിറ്റി നമ്മളെ സഹായിക്കും. ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? പ്രശ്നങ്ങൾ അർത്ഥവത്തായി കാണാൻ ഈ നിയമങ്ങൾ സഹായിക്കും. ലോ ഓഫ് ഡിവൈൻ വൺനെസ് നമ്മെ പ്രപഞ്ചത്തോടൊപ്പം ഒന്നാകാൻ സഹായിക്കുന്നു. നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ദിവ്യത്വത്തെയും ഏകത്വത്തെയും തിരിച്ചറിയാനും ജീവിതം ഹൃദയപൂർവമായും സന്തുലിതമായും നയിക്കാനും ഇമോഷണൽ ഹീലിംഗ്, കാർമിക് റിലീസ്, ബാലൻസ്ഡ് ആക്ഷൻ ഇവയെല്ലാം ഈ നിയമങ്ങളിലൂടെ നമുക്ക് സാധ്യമാകും. ഒരു വ്യക്തിയിലുള്ള മാസ്കുലിൻ ഫെമിനിൻ എനർജിയെ ബാലൻസ് ചെയ്യാനും ഈ ലോ പഠിപ്പിക്കും. ചുരുക്കത്തിൽ ഈ 12 നിയമങ്ങൾ ജീവിതം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, സന്തോഷവും സമാധാനവും എങ്ങനെ ആകർഷിക്കാം എന്നതിൻ്റെ ജീവിത മാർഗദർശികകളാണ്. ഒരു ജ്ഞാനമാർഗം പോലെ ജീവിതം നയിക്കാൻ വെളിച്ചം പകരുന്ന ദീപങ്ങൾ. അടുത്ത വീഡിയോയിൽ ഈ 12 നിയമങ്ങൾ റേക്കിയുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. റേക്കിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.